ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞ ആനന്ദ് ദേവിയെ നേരെ ദേവിയുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവാട്ടോ. കൊണ്ടു ചെന്നിട്ട് വെറുതെ നിൽക്കുന്നില്ല, അവിടെ അങ്ങോട്ട് തള്ളിയിടുവാണ് ദേവിയെ. അപ്പോഴാണ് നമ്മുടെ ശ്രീകല ഒന്നും അറിയാതെ വരുന്നത്. ശ്രീകലയെ കാണുമ്പോൾ തന്നെ ആനന്ദ് ഒരു കളിയാക്കലുണ്ട്. ആഹാ, ഇതായിരുന്നല്ലേ ശ്രീകലാൻ്റിൻ്റെ യഥാർത്ഥ രൂപം. അപ്പോഴാണ് ശ്രീകലയ്ക്ക് ഓർമ്മ വരുന്നത്, ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ലോന്നോ. അങ്ങനെ ചമ്മി നിൽക്കുവാണ്. എന്നിട്ട് വീണ്ടും ആനന്ദ് ചോദിക്കുന്നുണ്ട്, എവിടെ നമ്മുടെ ബിസിനസ് മാഗ്നറ്റ് ഉദയഭാനു സാർ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഉദയഭാനു മേളിൽ നിന്ന് വിക്കെല്ലാം വെച്ച് ഒരു ഫോണും ചെവിയിൽ വെച്ച് റെഡിയായി ഇറങ്ങി വരുന്നുണ്ട്. കാരണം എപ്പോഴും ഇവരെ കാണുമ്പോൾ ഒരു ഫോണുണ്ടല്ലോ, കാരണം സംസാരിച്ച് വേറെ ഭയങ്കര ബിസിനസ് ആണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ശീലമായിപ്പോയി. അതുപോലെ മരുമകനെ കണ്ടപ്പോഴും ഓടിപ്പോയി വിക്കെല്ലാം വെച്ചിട്ട് ഇറങ്ങി വരുന്ന വരവാട്ടോ. വന്നു കഴിഞ്ഞിട്ട് തന്നെ ഭയങ്കര കാര്യത്തിൽ ആനന്ദിനോട് പറയണ്ട്. എന്നെ അവിടുന്ന് വിളിച്ചു എന്നൊക്കെ സാധാരണ പറയുന്ന പോലെ തന്നെ എനിക്ക് സമയമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷേ ആനന്ദ് തലയിരിക്കണ വിഗ് അങ്ങോട്ട് തട്ടി മാറ്റണുണ്ട് കേട്ടോ. വിഗാണെങ്കിൽ തെറിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. ഉദയഭാനുവിൻ്റെ കഷണ്ടി തല അങ്ങനെ നിന്ന് തിളങ്ങുന്നുണ്ട് കേട്ടോ ആനന്ദിൻ്റെ മുന്നിൽ. അപ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും വലിയൊരു ഫ്രോഡായിരുന്നോ എന്ന്. അപ്പോൾ തന്നെ ഉടനെ ഒന്നും അറിഞ്ഞില്ലല്ലോ ഇവർ കാര്യങ്ങൾ. അപ്പം ഉദയഭാനു ചോദിക്കുന്നു, എന്താ ആനന്ദേ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മായി അച്ഛനോട് ഇങ്ങനെയാണോ, മര്യാദ ഇല്ലാതാണോ പെരുമാറേണ്ടത്? തലയിൽ ഇച്ചിരി മുടി കുറവെന്നും പറഞ്ഞ് ഞാനൊരു വിഗ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ തട്ടിക്കളഞ്ഞതും പോരാ, അതിന് എന്നെ ഈ ഫ്രോഡെന്നൊക്കെയാണ് പറയുന്നത്. കൂടുതൽ വെള്ളച്ചിലെടുക്കരുത്. ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെ വന്നത്. അമ്മയും അച്ഛനും എല്ലാവരും കൂടെ കൂട്ടിച്ചേർന്ന് എന്നെയും എൻ്റെ കുടുംബത്തെ മുഴുവനും നിങ്ങൾ ചതിച്ചില്ലേയും ചോദിക്കട്ടോ. അയ്യോ ഇല്ല മോനെ, എന്താ കാര്യം? ഇവരൊന്നും അറിയണില്ലല്ലോ. നിങ്ങളോട് ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞു തന്നത്, നിങ്ങളുടെ ചെവിയിൽ കൊണ്ട് എത്തിച്ചത്? ഇതൊക്കെ കള്ളത്തരമാണെന്ന് ഇവർ പറയാട്ടോ. അവസാനം ദേവി മോളെ എന്താ കാര്യം? ദേവിക്ക് ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല ആനന്ദിൻ്റെ മുന്നിൽ. എന്ത് പറയാൻ പറ്റും? അമ്മേ അച്ഛാന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കട്ടോ. അങ്ങനെ നമ്മൾ ആനന്ദ് പറയണം, എല്ലാ സത്യാവസ്ഥയും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. മകളുടെ എല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ ചതിച്ചതാണെന്നും മകൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ എൻ്റെ തലയിൽ പിടിച്ച് ഇവളെ കെട്ടിത്തന്നത്. ഇനി ഇവളെ എനിക്ക് വേണ്ട, നിങ്ങൾ തന്നെ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഒരു അങ്ങോട്ട് തള്ളിയിട്ട് കൊടുക്കാട്ടോ. ആ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തേക്ക് നമ്മൾ ദേവി മറിഞ്ഞ് വീഴാൻ പോവുകയാണ്. അച്ഛനും അമ്മയ്ക്കും ഉദയഭാനുവിനും ശ്രീകലയ്ക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. മോക്ക് വേണ്ടിയിട്ടാണല്ലോ അവർ ഇത്രത്തോളം കഷ്ടപ്പെട്ടത്, എന്നിട്ടും അവസാനം ഇങ്ങനെ ആയല്ലോ. ഓടിപ്പോയി മോളെ പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആനന്ദ് അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. ആനന്ദിൻ്റെ പുറകെ ഓടുന്നുണ്ട്. 3 പേരും ചെന്ന് കാല് പിടിക്കുമ്പോൾ അപേക്ഷിച്ചെങ്കിലും ചതി വെട്ടിയത് അവർക്കാണല്ലോ. അതുകൊണ്ട് തന്നെ ആനന്ദ് തിരിഞ്ഞു പോലും നോക്കാതെ ഇറങ്ങി പോവാട്ടോ. പക്ഷേ ഇവിടെ പെട്ടെന്ന് തന്നെ ദേവി തല കറങ്ങി വീഴുന്നുണ്ട്. മിക്കവാറും ഗർഭിണിയാവാനാണ് ചാൻസ്. ആ ഒരു സ്റ്റേജിലായിരുന്നല്ലോ. അപ്പോൾ അവിടെ തന്നെ വീഴാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ബാലനാണെങ്കിലോ ആലോചിക്കുകയാണ്. കാരണം നേരെ വീട്ടിലേക്ക് പോവാതെ ഒരു ബീച്ചിലേക്ക് ചെന്നിരുന്നു, ഒരു പാറക്കെട്ടിൻ്റെ പുറത്തേക്ക് നിന്നിട്ട് ആലോചിക്കുക കേട്ടോ. ഇത്രയും വലിയൊരു ചതി എനിക്ക് പറ്റിപ്പോയല്ലോ. ഒരു കുടുംബം മുഴുവനും ഒന്നായി നിന്ന് തന്നെ ചതിച്ചു. ഇതിന് പകരം വീട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്താലാവും ഇതിന് ഒരു മറുമരുന്ന് ആവുക എന്നൊക്കെ ഇങ്ങനെ അയാൾ ചിന്തിക്കട്ടോ. ഗോമതി സ്റ്റോർ ബാലനെ ചതിച്ചവരാരും വെറുതെ പോയിട്ടില്ലല്ലോ. ഇതുവരെയുള്ള ചരിത്രം അങ്ങനെയാണ്. അയാൾ നല്ല പണിയും കൊടുക്കും. അതുപോലെ ഇത്രയും നാൾ സാറെന്ന് പറഞ്ഞ് താങ്ങി നടന്നതാണ് നമ്മളെ ഉദയഭാനുവിനെ. അയാളെ മുമ്പിൽ ഇനി ഇതുപോലൊരു തറയാവാൻ ബാലന് പറ്റില്ല. ശരിക്കും നല്ലൊരു പണി കൊടുക്കണമെന്ന് അവിടെ ആലോചിക്കുക കേട്ടോ നമ്മളെ ബാലൻ. ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് പ്രമോയിൽ കാണിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്